പറയാനുണ്ടോ? എനിക്ക് പാട്ടൊന്നും അറിയത്തൂടാ. ഹലോ ഗൈസ്, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടു. അപ്പോഴേ ഞാൻ കരുതിയാണ് അത് കണക്ക് എന്തെങ്കിലും ഇവിടെ പ്രയോഗിക്കണമെന്ന്. എന്തായാലും ഇന്ന് നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് മറ്റേ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞപ്പോഴത്തേക്കും അത് റെഡി ആയിട്ട് വരുമോ വേഗം? വാ, ഒന്ന് റെഡി ആയിട്ട് സുന്ദരിയായിട്ട് വരണം. കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ചേച്ചിയാന്ന് പറയണം, മനസ്സിലായോ? എന്തേ ശരിക്കും ചെയ്യല്ലോ? ഞാൻ പറയാൻ പോകുന്നത് അമ്മ, ഞാൻ പറയുന്നില്ല ശരിയാ, അതങ്ങനെ നിൽക്കണം. ഓക്കെ, കട്ട് ചെയ്തിട്ടോ. അത് ഞാൻ ഈ പറയുന്നതൊക്കെ ശരിയാണ്, അങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രുതി ജയൻ. വീട് ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ല കുട്ടനാട് നെടുമുടിയിലാണ് വീട്. ഇതെൻ്റെ അമ്മ ഹൗസ് വൈഫാണ്. ഞാൻ പാലക്കാട് ചെമ്പൈ സംഗീത കോളേജിൽ BA മ്യൂസിക് എടുത്ത് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ വീട്ടിലെ ഇപ്പോൾ പണിയൊക്കെ എടുത്ത് ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ട്. ഞാൻ മ്യൂസിക് പഠിക്കുന്ന ടൈം മുതലൊരു 4 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കും. ചുമ്മാ ചിരിക്കുന്നു. 4 മണി അത്ര പേര് കത്തല്ലേ? ചിരിച്ച് കട്ടിയാ 4 മണി 5 മണി പറഞ്ഞാൽ മതി. എന്ത് കത്തില്ല, ആരും കേൾക്കില്ല. ഇത് നാട്ടുകാർ മൊത്തം കേൾക്കുന്നത്. ഇവിടെ അടുത്ത് കിടക്കുന്നവരൊക്കെ കേൾക്കും. അപ്പോൾ അവിടെ 4 മണി ഞാൻ ചിരിക്കല്ലേ? ഞാൻ ഒരു 4 മണിയാകുമ്പോൾ എഴുന്നേക്കും. ഇതങ്ങനെ സീരിയസ് ആയിട്ട് നിൽക്കുന്നത് ചിരിക്കരുതെന്ന് പറഞ്ഞ് എന്നാലൊരു ഞാൻ പറയുമ്പോൾ അത് ശരിയാണെന്നുള്ളൊരു ഇതില്ലേ? അമ്മനെ പേടിപ്പിച്ച് നിർത്തിയവരുണ്ട് ഇവിടെ കണ്ടിട്ട്. വണ്ടി വരും. ഇപ്പോൾ അത് എന്തുകൊണ്ട് എടുക്കേണ്ടി വരും? നീ പ്രാക്ടീസ് ചെയ്തെന്ന് വിചാരിച്ചാൽ ഞാനിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ ഫീൽഡിലേക്ക് വരാൻ കാരണം അമ്മയാണ്. അമ്മ നന്നായിട്ട് പാടും. അപ്പോൾ അമ്മ ഒരു പാട്ട് പാടാം. പാട്ടോടെ രണ്ടുപേര് പാടി വാ. ഏത് പാടും? രണ്ടുപേര് പാടി. ഏതൊരു രണ്ടുപേര് വാ. എന്ത് ദൈവമേ, ഏത് പാട്ടാ? അത് ഏതിൽ നല്ല രണ്ടുപേര് പാടി. അയ്യോ, ഇതിന്റെ പാടിയാണ്. ആ പാടി. ഇന്ന് ഞാൻ അവിടെ ഒരു കാര്യം പറയട്ടെ. ഇത് പ്രാങ്ക് വീഡിയോ ആയിരുന്നു. എനിക്ക് പാട്ടൊന്നും അറിയത്തൂടാ. മനസ്സാ വാച അറിഞ്ഞില്ല, അത് സത്യമാ. അതുകൊണ്ട് ഇതൊക്കെ എനിക്കിപ്പോ ഇവിടെ കാണിക്കാൻ പറ്റും. മോണ്ടറ മാലയും പോയില്ലോ. അതുകൊണ്ടാണ് എനിക്ക് ഇതൊക്കെ കാണിക്കാൻ പറ്റുക. അഭിനയിക്കാൻ പറഞ്ഞല്ലേ അമ്മ ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ അമ്മ കേൾക്കത്തില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ എന്തേലും വഴിയുള്ളു. പോകാൻ പറഞ്ഞപ്പോ അപ്പം തന്നെ കുളിച്ചൊരുങ്ങി റെഡി ആയിട്ട് സുന്ദരിയായിട്ട് വന്നതാ. എങ്ങോട്ടോ വീഡിയോ അയച്ചു കൊടുക്കാണെന്ന് പറഞ്ഞു. ഓക്കെ, ടാറ്റ പറയും.